ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് സുഖമാണ്. അപ്പോൾ എല്ലാവരും ഈദൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സൂപ്പറായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ പിന്നെ നാളെ സ്കൂൾ തുറക്കുകയാണ്. എല്ലാവരും സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കാണ് അമ്മമാരെല്ലാവരും. അച്ഛന്മാരും അതുപോലെ തന്നെയാണ്. അവരെ സ്കൂളിൽ അയക്കുന്നതിൻ്റെ എല്ലാത്തിനും ചില പേരൻസ് ഹസ്ബൻഡ് വൈഫും കൂടെയാണ് രാവിലെ മോർണിംഗ് കിച്ചണിൽ കയറുന്നത്. ഞാൻ കുറേ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കെല്ലാം ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ വന്നേക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു 2-3 എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാനാണ്. ഫസ്റ്റ് വൺ എന്നോട് എൻ്റെ യൂട്യൂബിൽ മെസ്സേജ് ചോദിച്ചതാണ്, എനിക്ക് ഹസ്ബൻഡ് ഇല്ലേ എന്ന്, നിങ്ങളുടെ കസ് എവിടെയാണെന്നൊക്കെ. അതിനുത്തരമാണ്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, വർഷങ്ങളായി. പുള്ളിയുടെ പേര് ബിജു എന്നാണ്. വർഷങ്ങളായി പുള്ളി മരിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മളുടെ വേറെയുള്ള വീഡിയോകൾ പുള്ളിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാഞ്ഞതാണ്. അത് വേറൊന്നും വിചാരിക്കരുത്. എന്തിനാ മരിച്ച ആൾക്കാരെ നമ്മൾ വീണ്ടും ആ ഒരു നമ്മുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് വലിച്ചഴയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു നല്ലൊരു വൈഫ് അല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ നല്ലൊരു വൈഫ് തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ അതിനുത്തരമാണ് പറയുന്നത്. നല്ലൊരു സിസ്റ്ററുമാണ്, നല്ലൊരു അമ്മയുമായിരുന്നു, നല്ലൊരു മകളുമാണ്, എല്ലാമാണ് ഞാൻ കേട്ടോ. ആ ഒരു ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മകളുടെ പേര് മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. കാരണം അത് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നൊരു പുള്ളിക്കാരിയാണ്. അതിന് അവളുടെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് അവളെ അതിലൊരു ബുദ്ധിമുട്ട് വരുത്തുന്നതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് പറയാത്തത്. അവളുടെ അവളുടെ പേരും അതിൽ വലിച്ചഴക്കേണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. പിന്നെ എൻ്റെ വിഷമങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ എന്നിൽ ഒരാളായിട്ട് കണ്ടിട്ടാണ്. അല്ലാതെ ആരെയും നാറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ആരെയും അങ്ങനെ പറയണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹം. മിക്ക ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്, അല്ല വേറൊന്നും വിചാരിക്കരുത്. പിന്നെ മക്കളുമാരുടെ കാര്യങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് നോക്കണം, അവരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു തെറ്റ് കണ്ടാൽ അവർക്ക് നമ്മളൊരു തല്ല് കൊടുത്ത് തന്നെ തിരുത്തണം കേട്ടോ. കാരണം ജീവിതത്തിൽ നമുക്ക് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നടക്കില്ല. അതങ്ങനെയാണ് ജീവിതം. പിന്നെ ആണെങ്കിൽ എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അപ്പം മരിക്കുന്നതിന് മുമ്പ് അപ്പം മാസത്തിൽ 2-3 പ്രാവശ്യം ബിസി ആണെങ്കിൽ എന്നെ വിളിക്കുമായിരുന്നു. വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ ഫോൺ ആൻസർ ചെയ്യാൻ ചില സമയത്ത് വിടും. എന്തെങ്കിലും ടെൻഷൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ അപ്പം വിളിച്ചിരിക്കും, അങ്ങോട്ട് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് വിടും. പക്ഷേ ഒന്ന് ആലോചിച്ചോണം, മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ആഗ്രഹിക്കാറുണ്ട് എൻ്റെ അപ്പ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്, ഒരു ഫോണിലൊന്ന് വിളിച്ചിരുന്നെങ്കിൽ. ചില നഷ്ടങ്ങൾ നമുക്ക് അങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. കാരണം വേദനിക്കും. കാരണം നമ്മൾ അന്ന് അവരോട് ചെയ്തത് തെറ്റായിരുന്നു എന്ന് തോന്നിപ്പോവും. കാരണം എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 1-2 കോള് ഞാൻ അപ്പോഴും എടുക്കാതിരുന്നിട്ടുണ്ട്. അതൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊരു പെയിനാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഒരിക്കൽ മോളെ നല്ല രീതിയിലൊന്ന് അടിച്ചിട്ടുണ്ട്. കാരണം എന്തൊരു തെറ്റ് ചെയ്തതിനാണ് ഞാൻ തല്ലിയത്. പക്ഷെ എനിക്കത് ഇന്നതായിരുന്നു ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അവളെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അടിക്കരുതായിരുന്നു, പക്ഷെ ഞാൻ അടിച്ചു. കാരണം അതിന് എനിക്ക് ഭയങ്കര പെയിനുണ്ട്. കാരണം അത് ചിലപ്പോൾ എൻ്റെ അന്നത്തെ ഒരു പ്രായത്തിൽ അറിയാതെ ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്കത് ഇത്രയും ദേഷ്യം വന്നിട്ട് ചെയ്തതായിരിക്കാം. ഞാൻ അങ്ങനെ ഒരു അടിയാണ് എൻ്റെ മകൾക്ക് കൊടുത്തത്. പക്ഷേ സോറി, ഇന്ന് ഞാൻ അതിന് സോറി. വിഷമമുണ്ട്. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് എന്താ പറയുക, സങ്കടങ്ങൾ വന്നാൽ ഞാൻ അങ്ങ് സങ്കടപ്പെടും. എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഒളിച്ച് വെച്ചൊന്നും കാണിക്കാൻ എനിക്കറിയില്ല. പെട്ടെന്ന് ഓർത്തൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സങ്കടം നിങ്ങളോടങ്ങ് ഷെയർ ചെയ്യണം. അങ്ങനെ ഒരാളാണ് ഞാൻ. അല്ല മറച്ച് വെച്ചിട്ട് ഇതാക്കാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നത്. പിന്നെ ഇന്ന് ഞങ്ങളെങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇന്ന് കുറച്ച് ജോലിയുണ്ട്. കാരണം ഇന്നലെ വീട് തൂത്തുവാരി തുടയ്ക്കേണ്ടത് ഞാൻ തുടച്ചില്ല. ഞാൻ ഒരു ദിവസം ഇടവിട്ടാണ് വീട് തൂത്തുവാരി തുടയ്ക്കുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ ഫാനൊക്കെ തുടയ്ക്കുന്നുണ്ട്, മോനുസിനെ കയറ്റി ഫാൻ തുടപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ തുടച്ചില്ല. അതുകൊണ്ട് ഇന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. അന്നേരം അതൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് തുണിയൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്. അന്നേരം ഇന്ന് എങ്ങോട്ടും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അന്നേരം നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. എനിക്ക് നിങ്ങളെല്ലാവരും എന്താ പറയുന്നത്, എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സീരിയസ്ലി പറയാണ്. കാരണം എനിക്ക് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് അവരുടെ ഫ്രണ്ടായിട്ട് എന്നെ കാണുന്നുണ്ട്. ഞാൻ നല്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. എനിക്ക് ഒത്തിരി ബന്ധുക്കളായ മാതിരി ഒരു ഫീൽ എനിക്കിതിലുണ്ട്. ഞാൻ ഇത്രയും നല്ലത് എന്തെങ്കിലും ചെയ്തു, എനിക്ക് ഇത്ര ആൾക്കാരെ എൻ്റെ ഒപ്പം നിർത്താൻ എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.
എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യങ്ങളിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണണം. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അത് ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്, എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരിക്കൽ എല്ലാവർക്കും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം, നമുക്ക് ചെയ്യണം പറ്റുന്ന രീതിയിൽ. ഇപ്പം അതുപോലെ വീണ്ടും പറയണം, എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമെങ്കിൽ ആരെങ്കിലും എൻ്റെ ഇത് കാണുന്ന ആരെങ്കിലും എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകരുത്. കാരണം ഞാൻ ജാടയുള്ള ഒരാളൊന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഡെയിലി കാണുന്നവരാണ്, നിങ്ങൾക്കറിയാം ഞാൻ എന്താണെന്ന്. ഞാൻ പാവമാണ്. അന്നേരം എൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതറിയുമ്പോൾ ഞാൻ അത് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കും. അതുകൊണ്ട് മിണ്ടണം. പിന്നെ എന്താ പറയുക, ബിന്ദു എന്നോട് പറഞ്ഞതുകൊണ്ട് ഗുരുവായൂർ ചെല്ലുന്നെങ്കിൽ എപ്പോഴെങ്കിലും കാണണമെന്ന്. തീർച്ചയായിട്ടും ബിന്ദു ഞാൻ വരുന്ന സമയത്ത് ബിന്ദുവിന് വേറെ ഒരു കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇല്ല, ബിന്ദു ഫ്രീ ആണ്, ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പം ബിന്ദുവിനെ കാണാൻ വരും. അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. ഞാൻ ഇനി വരുന്ന സമയം ഞാൻ ബിന്ദുവിനെ എന്നോട് പറയാം. എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ മൊബൈൽ നമ്പർ ഞാൻ തരാം. ഇതുകൂടെ തരാത്ത വേറെ ഒന്നും കൊണ്ടല്ല തരാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ മാത്രമല്ല എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർ കാണും. പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. അപ്പം ബിന്ദുവിനടുത്ത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഇനി ഗുരുവായൂർ വരുമ്പം ബിന്ദുവിനെ കാണും. ബിന്ദു പറഞ്ഞ കണക്ക് ഞാൻ നല്ലൊരു ഫ്രണ്ട് തന്നെ ആയിരിക്കും. എനിക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ്, പക്ഷേ ഇപ്പം നിങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരുമാണ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി എൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷം സമാധാനത്തോടെ ഇരിക്കുക. നമുക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.